പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വിൻസിൻ്റെ ഫിസിക്സ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചാർജിനെ കുറിച്ചാണ് പഠിച്ചത്. എന്താണ് ചാർജ്? എലമെൻ്ററി പാർട്ടിക്കിൾസായ ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ഒരു ഇൻട്രിൻസിക് പ്രോപ്പർട്ടിയാണ് ചാർജ്. രണ്ട് രീതിയിലുള്ള ചാർജുകളുണ്ട്, പോസിറ്റീവ് ചാർജ് അതുപോലെ നെഗറ്റീവ് ചാർജ്. അത് കഴിഞ്ഞ് നമ്മൾ ചാർജിൻ്റെ ഇമ്പോർട്ടൻ്റ് പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി ലൈക്ക് ചാർജസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട്. രണ്ടാമത്തെ പ്രോപ്പർട്ടി ചാർജ് ഈസ് അഡിറ്റീവ്. എന്താണ് അഡിറ്റിവിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി? ചാർജ് ഒരു സ്കെയിലറാണ്, എന്നാൽ ഒരു വസ്തുവിനകത്തുള്ള മൊത്തം ചാർജ് കണക്കാക്കാൻ അതിനകത്തുള്ള പോസിറ്റീവ് ചാർജിൻ്റെയും നെഗറ്റീവ് ചാർജിൻ്റെയും ആൾജിബ്രായിക് സം എടുക്കണം. അതായത് അവയുടെ സൈൻ ചേർത്ത്, പോസിറ്റീവും നെഗറ്റീവും സൈൻ ചേർത്ത് ആഡ് ചെയ്യണം. ഓക്കെ, അടുത്തതായി നമുക്ക് ചാർജിന്റെ മൂന്നാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് കടക്കാം. എന്താണ് ചാർജിന്റെ മൂന്നാമത്തെ പ്രോപ്പർട്ടി? ചാർജ് ഈസ് കൺസർവ്ഡ്. അപ്പൊ നമ്മൾ കൺസർവേഷൻ ലോസ് പഠിച്ചിട്ടുണ്ട് +1. നമ്മൾ ഏതെങ്കിലും ഒരു ഫിസിക്സിന്റെ ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കാൻ പോവാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള കൺസർവേഷൻ ലോസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചത് ഒന്ന് ലാസ് ഓഫ് മോഷനിൽ ലൈഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ആണ്. അതുപോലെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷനിൽ ലൈഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം പഠിച്ചിട്ടുണ്ട്. അതുപോലെ വർക്ക് എനർജി ആൻഡ് പവർ എന്ന ചാപ്റ്ററിൽ ലൈഫ് കൺസർവേഷൻ ഓഫ് എനർജി പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ലൈഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് നിങ്ങൾക്കറിയാം. അതിന്റെ സെയിം ഡെഫിനിഷൻ തന്നെയാണ് ചാർജിന്റെ കൺസർവേഷൻ ലോയിലും നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താണ്? ചാർജിനെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. പകരം ഒരു വസ്തുവിൽ നിന്നും മറ്റൊരു വസ്തുവിലേക്ക് ചാർജിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ്? ചാർജിനെ നമുക്ക് നിർമ്മിക്കാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല, പകരം ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തുവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതായത് ഒരു സിസ്റ്റം എടുത്താൽ ആ സിസ്റ്റത്തിനകത്തുള്ള ആകെ ചാർജിന്റെ വില എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും, കൺസർവ്ഡ് ആയിരിക്കും. The net charge in an isolated system remains constant. എന്താണ് നെറ്റ് ചാർജ്? The algebraic sum of positive and negative charges. അപ്പൊ നമ്മൾ ഒരു സിസ്റ്റം എടുക്കുക. എന്താ സിസ്റ്റം? ഒന്നിലധികം പാർട്ടിക്കിൾ ഉണ്ട് എങ്കിൽ, ഒന്നിലധികം ബോഡീസ് വന്നാൽ അതിനെയാണ് സിസ്റ്റം. അപ്പോൾ ഒന്നിലധികം ബോഡികൾ എടുക്കുക. ആ സിസ്റ്റത്തിനകത്തുള്ള പോസിറ്റീവ് ചാർജിന്റെയും നെഗറ്റീവ് ചാർജിന്റെയും ആകെ സം എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് കൺസർവേഷൻ ലോ. ഞാനൊരു ചെറിയ എക്സാമ്പിളിലൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒരു യുറേനിയം ന്യൂക്ലിയസ് വിഘടിച്ച് ഡീകേ ചെയ്ത് തോറിയവും ഹീലിയവുമായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് യുറേനിയത്തിന്റെ പ്രത്യേകത, യുറേനിയത്തിന്റെ താഴെ ഞാൻ 92 എന്ന് എഴുതിയിട്ടുണ്ട്. ആരാണ് ഈ 92? അതിന്റെ അറ്റോമിക് നമ്പർ എന്ന് വിളിക്കും. ആരാണ് അറ്റോമിക് നമ്പർ? പ്രോട്ടോണുകളുടെ അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അറ്റോമിക് നമ്പർ. അതായത് യുറേനിയത്തിനകത്തുള്ള നമ്പർ ഓഫ് എലമെന്ററി പാർട്ടിക്കിൾസിന്റെ എണ്ണമാണ് 92. ഡികെക്ക് മുമ്പ് 92 എലമെന്ററി പാർട്ടിക്കിൾസ് അതിനകത്തുണ്ട്. അത് വിഘടിച്ച് ഒരു തോറിയവും അതുപോലെ തന്നെ ഹീലിയവും ആയി മാറി. തോറിയത്തിന്റെ താഴെ 90 എന്ന് എഴുതിയിട്ടുണ്ട്. തോറിയത്തിന്റെ അറ്റോമിക് നമ്പർ 90 ആണ്, ഹീലിയത്തിന് 2. അപ്പൊ അതൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തില് ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പോ 90 + 2 എത്ര കിട്ടി? 92 എന്ന് കിട്ടി. അപ്പോ യുറേനിയം വിഘടിച്ച് തോറിയവും ഹീലിയവുമായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഇപ്പോഴുമുള്ള നമ്പർ ഓഫ് എലമെന്ററി പാർട്ടിക്കിൾസിന്റെ എണ്ണം 92 തന്നെയാണ്. ദ ടോട്ടൽ ചാർജ് ഇൻ ദി സിസ്റ്റം റിമൈൻസ് കോൺസ്റ്റന്റ്. ഇതാണ് ചാർജിന്റെ കൺസർവേഷൻ ലോ. മനസ്സിലായല്ലോ? അടുത്തൊരു എക്സാമ്പിളിലൂടെ വീണ്ടും നമുക്ക് ചാർജിന്റെ കൺസർവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ പഠിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. ഒരു ഗ്ലാസ് റോഡിനെ സിൽക്കുമായി റബ്ബ് ചെയ്യുക. ഗ്ലാസ് റോഡിനകത്തുള്ള ആറ്റത്തിലെ ഇലക്ട്രോണുകൾക്ക് ന്യൂക്ലിയസുമായിട്ടുള്ള അട്രാക്ഷൻ കുറവായതിനാൽ ആ ഇലക്ട്രോണുകൾ ഗ്ലാസിൽ നിന്നും സിൽക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും.
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന വസ്തുവിന് ആറ്റത്തിന് പോസിറ്റീവ് ചാർജ് കിട്ടും, ഇലക്ട്രോൺ ലഭിക്കുന്ന ആറ്റത്തിന് നെഗറ്റീവ് ചാർജ് കിട്ടും. ഗ്ലാസ് റോഡിൽ നിന്നും സിൽക്കിലേക്ക് ഇലക്ട്രോണുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ട് ഗ്ലാസിന് പോസിറ്റീവ് ചാർജും സിൽക്കിന് നെഗറ്റീവ് ചാർജും കിട്ടും. ഞാനൊരു എക്സാമ്പിളിലൂടെ പറയാം. എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് റോഡുണ്ട്. ആ ഗ്ലാസ് റോഡിൽ 10 പ്രോട്ടോണുകളും 10 ഇലക്ട്രോണുകളും ഉണ്ട്. അപ്പോൾ ഗ്ലാസ് റോഡ് തീർച്ചയായിട്ടും ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. അതിനകത്തുള്ള ടോട്ടൽ ചാർജ് കണ്ടെത്തി ആൾജിബ്രായിക് സം എടുത്തു, പോസിറ്റീവും നെഗറ്റീവും ആഡ് ചെയ്തു, നമുക്ക് കിട്ടിയ ഉത്തരം 0 അതുപോലെ സിൽക്ക് എടുത്തു. സിൽക്കിനകത്ത് ഒരു അസംഷനാണ്, 5 പ്രോട്ടോണുകളുണ്ട്, അതുപോലെ 5 ഇലക്ട്രോണുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചാർജ് വീണ്ടും ആൾജിബ്രായിക് സം എടുക്കുമ്പോൾ 0 കിട്ടി. ഗ്ലാസും സിൽക്കും ചേർന്നത് ഒരു സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിനകത്ത് നമ്മൾ റബ്ബ് ചെയ്തിട്ടില്ല. റബ്ബ് ചെയ്യുന്നതിന് മുമ്പ് ഈ സിസ്റ്റത്തിലെ നെറ്റ് ചാർജ് എന്ന് പറയുന്നത് 0. കാരണം ഗ്ലാസ് റോഡിനകത്തുള്ള ചാർജ് 0, സിൽക്കിനകത്തുള്ള ചാർജ് 0. ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത്, നെറ്റ് ചാർജ് എന്ന് പറയുന്നത് 0. ഓക്കെ, നമുക്ക് നോക്കാം. ആഫ്റ്റർ റബ്ബിങ്, ഞാൻ ഗ്ലാസ് റോഡിനെ സിൽക്കുമായി റബ്ബ് ചെയ്തു. ഗ്ലാസിൽ നിന്നും 5 ഇലക്ട്രോണുകൾ സിൽക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പൊ ഗ്ലാസിനകത്ത് 5 ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇപ്പൊ 10 പ്രോട്ടോണുകളും ഉണ്ട്, 5 ഇലക്ട്രോണുകളുമുണ്ട്. ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് 10e മൈനസ് 5v, അതായത് 5 യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്ന് കിട്ടി. എന്നാൽ സിൽക്കിന് 5 ഇലക്ട്രോണുകൾ ലഭിച്ചു. അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് 5 പ്രോട്ടോണുകളും താഴെ 5e പ്ലസ് 5e എന്ന് എഴുതിയത്. അപ്പോൾ ടോട്ടൽ ചാർജ് കണക്കാക്കിയപ്പോൾ 5e മൈനസ് 10e എത്ര കിട്ടി? മൈനസ് 5 യൂണിറ്റ് നെഗറ്റീവ് ചാർജ് കിട്ടി എന്ന് പറയാം. അപ്പോൾ ഗ്ലാസിന് പോസിറ്റീവ് ചാർജ് കിട്ടി, 5 യൂണിറ്റ് പോസിറ്റീവ് ചാർജ്, സിൽക്കിന് 5 യൂണിറ്റ് നെഗറ്റീവ് ചാർജ്. വീണ്ടും നമ്മൾ എന്താണ് അതിന്റെ ആൾജിബ്രായിക് സം എടുത്തു. അപ്പോൾ നെറ്റ് ചാർജ് എത്ര കിട്ടി? 0. നെറ്റ് ചാർജ് ഈസ് കോൺസ്റ്റന്റ്. അപ്പോൾ ശരിക്ക് റബ്ബിങ്ങിന് മുമ്പും റബ്ബിങ്ങിന് ശേഷവും ഗ്ലാസ് സിൽക്ക് ഉൾപ്പെടുന്ന സിസ്റ്റത്തിലെ ടോട്ടൽ ചാർജ് കൺസർവ്ഡ് ആണ്. ഇതാണ് ചാർജിന്റെ കൺസർവേഷൻ ലോ. നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഞാൻ ഒരിക്കൽ കൂടി പറയാം. The net charge in an isolated system remains constant. The total charge, that means the algebraic sum of positive and negative charges in an isolated system remains constant. Okay, അപ്പോൾ ഇതാണ് ചാർജിന്റെ മൂന്നാമത്തെ പ്രോപ്പർട്ടി. നമുക്ക് ചാർജിന്റെ അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് കടക്കാം. ചാർജിന്റെ നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ്. എന്താണ് ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിൾ? എന്താണ് ക്വാണ്ടം എന്ന് നോക്കാം. ദ മിനിമം എമൗണ്ട് ബൈ വിച്ച് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ക്യാൻ ചേഞ്ച് ഈസ് കാൾഡ് ഇറ്റ്സ് ക്വാണ്ടം. എന്താണ് അതിന്റെ അർത്ഥം? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്, പക്ഷേ ഒരു വാല്യൂ എപ്പോഴും ഫിക്സഡ് ആയി കാണും. ഒരു മിനിമം വാല്യൂവിന് ചേഞ്ച് ഇല്ല. വേറൊരു അതിന്റെ മാഗ്നിറ്റ്യൂഡിനകത്ത് ഒരു ഫിക്സഡ് എമൗണ്ട് എപ്പോഴും കാണും, വേറൊരു എമൗണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനെ ഉള്ള ആ മിനിമം എമൗണ്ടിനെയാണ് അതിന്റെ ക്വാണ്ടം എന്ന് പറയുന്നത്. ചാർജിന് ക്വാണ്ടം വാല്യൂ ഉണ്ട്. ദ ക്വാണ്ടം വാല്യൂ ഓഫ് ചാർജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ഇ. ആരാണെന്ന് അറിയാമോ? ഇ ഇലക്ട്രോണിക് ചാർജ്, ഫണ്ടമെന്റൽ ചാർജ്. എത്രയാണ് ചാർജിന്റെ വില? 1.6 into 10⁻⁻19 കൂളൂംബ്. അപ്പൊ എന്താണ് ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിൾ എന്ന് നോക്കാം. ഓക്കെ, ഒരു വസ്തുവിന് ചാർജ് കിട്ടിയെന്ന് വിചാരിക്കുക. തീർച്ചയായിട്ടും ആ വസ്തുവിന് കിട്ടുന്ന ചാർജിന്റെ അളവ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ചാർജായ ഇലക്ട്രോണിനെ ഒരു ഇന്റിജർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമായിരിക്കും. ദ ചാർജ് ഓഫ് എനി ബോഡി ഈസ് ഈക്വൽ ടു ആൻ ഇന്റിജർ മൾട്ടിപ്പിൾ ഓഫ് ഫണ്ടമെന്റൽ ചാർജ്. ഒരു വസ്തുവിന് ചാർജ് കിട്ടി, ആ ചാർജിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇ എന്ന് പറയുന്ന ക്വാണ്ടം വാല്യൂവിനെ ഇന്റിജർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിലാണ് എഴുതുന്നത്. ദാറ്റ് ഈസ് Q ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് n into E. Q ആരാണ്? ചാർജ്. പ്ലസും മൈനസും ആരാണ്? പോസിറ്റീവ് ചാർജ് ആകാം, നെഗറ്റീവ് ചാർജ് ആകാം. n എന്ന് പറയുന്നത് ഇന്റിജേഴ്സ് 1, 2, 3,
എന്ന് പറയുന്ന നമ്പറാണ് എക്സെട്ര. ആ വാല്യൂ ആണ് മാറുന്നത്. അതിനോടൊപ്പം ഒരു ഇ ഉണ്ട്. ഇ എന്ന് പറയുന്നത് 1.6 × 10⁻⁻19 കൂളൂമ്പ്. അപ്പോൾ ഒരു വസ്തുവിന് ചാർജ് കിട്ടിയാൽ ആ വസ്തുവിന്റെ ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും ഫണ്ടമെന്റൽ ചാർജായ ഇലക്ട്രോണിക് ചാർജിന്റെ ഇൻഡിജർ മൾട്ടിപ്പിളുകളായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഇക്വേഷനെയാണ് നമ്മൾ ക്വാണ്ടിസേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ചാർജിന്റെ ക്വാണ്ടിസേഷൻ പ്രിൻസിപ്പിൾ. ഇതാണ് ക്വാണ്ടിസേഷൻ പ്രിൻസിപ്പിൾ. Q ഈക്വൽസ് പ്ലസ് ഓർ മൈനസ് n × E. അതിനെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ആരാണ് Q? The charge of a body is equal to an integer multiple of fundamental charge. ഇതാണ് ചാർജിന്റെ ക്വാണ്ടിസേഷൻ പ്രിൻസിപ്പിൾ. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇതാണ് ചാർജിന്റെ നാലാമത്തെ പ്രോപ്പർട്ടി. ചാർജ് എന്ന് പറയുന്നത് ക്വാണ്ടൈസ്ഡ് ആണ്. ചാർജിന് ഒരു ക്വാണ്ടം വാല്യൂ ഉണ്ട്. ഒരു വസ്തുവിന് കിട്ടാവുന്ന മിനിമം ചാർജ് എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിരിക്കും? +1e ഓർ -1e. അതായത് ചാർജിന്റെ ബേസിക് വാല്യൂ, ഫണ്ടമെന്റൽ വാല്യൂ എന്ന് പറയുന്നത്, ക്വാണ്ടം വാല്യൂ എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. അപ്പോൾ ഒരു വസ്തുവിന് ഇനി വരാവുന്ന ചാർജുകൾ എത്രയൊക്കെ ആവാം? അത് 1e, 2e, 3e. അതായത് ഇൻഡിജർ മൾട്ടിപ്പിളുകളായിട്ട് മാത്രമേ ചാർജ് എക്സിസ്റ്റ് ചെയ്യൂ. ഓക്കെ. എന്നാൽ ഫ്രാക്ഷൻ 2/3 എന്നോ 5/2e എന്നോ അങ്ങനെ ഫ്രാക്ഷനിൽ ഒരിക്കലും ചാർജിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ല. ചാർജ് ഓഫ് എനി ബോഡി ഈസ് ഈക്വൽ ടു ആൻ ഇൻഡിജർ മൾട്ടിപ്പിൾ ഓഫ് ഫണ്ടമെന്റൽ ചാർജ്. Q ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് n × E. n ഈസ് ഈക്വൽ ടു 1, 2, 3 എക്സെട്ര. and E ഈസ് ഈക്വൽ ടു 1.6 × 10⁻⁻19 കൂളൂമ്പ്. ചാർജിന്റെ ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ ക്വാണ്ടിസേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ കുട്ടികളെ, ചാർജിന്റെ ക്വാണ്ടിസേഷനുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ സിമ്പിൾ പ്രോബ്ലം സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. ചാർജിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കൂളൂമ്പാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ മെനി ഇലക്ട്രോൺസ് ഇൻ +1 കൂളൂമ്പ് ചാർജ്? ചാർജിന്റെ പ്രത്യേകതകൾ, ചാർജ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള ഡിസ്കഷനിലാണ് ഇത് കൂടുതൽ മനസ്സിലാവുന്നത്. എന്നെങ്കിലും ഇവിടെ ആ പ്രോബ്ലം സോൾവ് ചെയ്യും. നമ്മുടെ കയ്യിലുള്ള ചാർജ് എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു 1 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ 1 യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കിട്ടും. അപ്പോൾ അറ്റോമിക് കൺസെപ്റ്റിലാണ് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ 1 പോസിറ്റീവ് ചാർജ് കിട്ടുന്നു, 1 ഇലക്ട്രോൺ ലഭിക്കുമ്പോൾ 1 നെഗറ്റീവ് ചാർജ് കിട്ടുന്നു. 1 പോസിറ്റീവ് ചാർജ് 1 നെഗറ്റീവ് എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. കാരണം ചാർജ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. അത് മെഷർ ചെയ്യാൻ ഒരു യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളൂമ്പാണ്. അപ്പോൾ ചാർജിന് 1 കൂളൂമ്പ് ചാർജ്, ഒരു വസ്തുവിന് 1 കൂളൂമ്പ് ചാർജ് കിട്ടി എന്ന് പറയുന്നുവെങ്കിൽ അതിൽ എത്ര ഇലക്ട്രോണുകളുണ്ട് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് നമ്മുടെ ചാർജ് എത്രയാണ്? +1 കൂളൂമ്പ്. ക്വാണ്ടിസേഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് Q ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് NE എന്നാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ടാണ് ഞാൻ +NE എന്ന് കൊടുത്തത്. നമുക്ക് n കണ്ടെത്താം. N ഈസ് ഈക്വൽ ടു Q/E. Q എന്ന് പറയുന്നത് നമ്മുടെ 1 കൂളൂമ്പ് ചാർജ്. ഈയുടെ വാല്യൂ നമുക്കറിയാം 1.6 × 10⁻⁻19 കൂളൂമ്പ്. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഈ പറയുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാം. 6.25 × 10⁻18 ഇലക്ട്രോണുകൾ എന്ന് കിട്ടും. അപ്പോൾ 1 ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ 1 പോസിറ്റീവ് ചാർജ് കിട്ടുന്നു. അത് അറ്റോമിക് കൺസെപ്റ്റിലാണ് നമ്മൾ പഠിക്കുന്നത്. മാക്രോസ്കോപ്പിക് വലിയ ഒബ്ജക്റ്റുകളെ കുറിച്ചാണ്. ഗ്ലാസ് റോഡിനെ സിൽക്കുമായി റബ്ബ് ചെയ്യുമ്പോൾ ഗ്ലാസിൽ നിന്നും സിൽക്കിലേക്ക് ഇലക്ട്രോണുകൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ഗ്ലാസിന് കിട്ടുന്ന ചാർജിനെ നമ്മൾ കൂളൂമ്പ് എന്ന് പറയുന്ന യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഗ്ലാസിന് 1 കൂളൂമ്പ് പോസിറ്റീവ് ചാർജ് കിട്ടിയെങ്കിൽ അതിന്റെ അർത്ഥം ഗ്ലാസിൽ നിന്നും 6.25 × 10⁻18 എണ്ണം ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ടു എന്നാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഒരു വസ്തുവിന് കിട്ടുന്ന ചാർജിനെ നമ്മൾ അറ്റോമിക് കൺസെപ്റ്റിൽ എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയാണ് പറഞ്ഞത്. 1 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ 1 പോസിറ്റീവ് ചാർജ്, 1 ഇലക്ട്രോൺ ലഭിച്ചാൽ 1 നെഗറ്റീവ് ചാർജ്. എന്നാൽ ഒരു വസ്തുവിന് കിട്ടുന്ന ചാർജിനെ ഇതുപോലെ 1 യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്നോ 1 യൂണിറ്റ് നെഗറ്റീവ് ചാർജ് എന്നോ അല്ല പറയേണ്ടത്. പകരം
എത്ര കൂളൂമ്പ് ചാർജ് എന്നാണ് പറയേണ്ടത്. അപ്പൊ നമ്മൾക്ക് കിട്ടിയ ഗ്ലാസ് റോഡിന് കിട്ടിയ ചാർജ് 1 കൂളൂമ്പ് ചാർജ് ആയിരുന്നുവെങ്കിൽ ആ ഗ്ലാസ്സിന് നഷ്ടപ്പെട്ട ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1 ഇലക്ട്രോൺ അല്ല, പകരം N=Q/E എന്ന് പറയുന്ന കോണ്ടൻസേഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഉത്തരം 6.25 × 10⁻18 ഇലക്ട്രോണുകളാണ്. അതൊരു സ്റ്റേറ്റ്മെന്റ് ആയി തന്നെ പഠിച്ചു വയ്ക്കുക. 6.25 × 10⁻18 ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു 1 കൂളൂമ്പ് ചാർജ്. 1 കൂളൂമ്പ് ചാർജ്. 1 കൂളൂമ്പ് ചാർജ് കണ്ടെയ്ൻസ് 6.25 × 10⁻18 ഇലക്ട്രോൺസ് എന്നാണ്. അപ്പൊ കോണ്ടൻസേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോബ്ലം പാർട്ടാണ് ഇത്. ഓർത്തിരിക്കുക. എന്താണ് ചാർജിന്റെ കോണ്ടൻസേഷൻ? എന്താണ് ചാർജിന്റെ കോണ്ടൻസേഷൻ പ്രിൻസിപ്പിൾ? എന്താണ്? Q ± Ne. The charge of any body is equal to an integer multiple of fundamental charge എന്നാണ്. How many electrons in 1 coulomb charge? It is not equal to 1e. അത് ഒരിക്കലും എത്രയല്ല, 1 ഇലക്ട്രോൺ അല്ല, പകരം 1 കൂളൂമ്പ് ചാർജ് എന്ന് പറയുന്നത് 6.25 × 10⁻18 ഇലക്ട്രോണുകൾ ചേർന്നതാണ്. ഓക്കെ കുട്ടികളെ, നമുക്ക് ചാർജിന്റെ അവസാനത്തെ പ്രോപ്പർട്ടിയിലേക്ക് കടക്കാം. എന്താണ് ചാർജിന്റെ അടുത്ത പ്രോപ്പർട്ടി? ചാർജ് ഈസ് റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ്. എന്താണ് റിലേറ്റിവിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? ഐൻസ്റ്റീന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു സിദ്ധാന്തമാണ് റിലേറ്റിവിറ്റി, ആപേക്ഷികത സിദ്ധാന്തം. ഇത് ശരിക്കും മാസിന്റെ പ്രത്യേകതയെ കുറിച്ചാണ് പറയുന്നത്. ന്യൂട്ടന്റെ പ്രത്യേകത, ന്യൂട്ടന്റെ ലോസിലെല്ലാം ഈ മാസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരു കോൺസ്റ്റന്റ് ആണ്. മാസിന് മാറ്റമില്ല. എന്നാൽ റിലേറ്റിവിറ്റി പറയുന്നത് ഒരു വസ്തുവിന്റെ മാസ് എപ്പോഴും സ്ഥിരമായിരിക്കില്ല. വസ്തുവിന്റെ വേഗത കൂടുകയാണ് എങ്കിൽ, സ്പീഡ് കൂടുകയാണ് എങ്കിൽ അതിന്റെ മാസ് ഇൻക്രീസ് ചെയ്യുമെന്നാണ്. പ്ലസ് വണ്ണിൽ നമ്മൾ ഡയമെൻഷണൽ കറക്റ്റ്നെസ്സിൽ ആ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. M is equal to m0 divided by root of 1 - v²/c² എന്നാണ് ഐൻസ്റ്റീന്റെ ഇക്വേഷൻ. ആ ഇക്വേഷനെ അടിസ്ഥാനമാക്കി ഒരു വസ്തുവിന്റെ മാസ് കൂടും, ഒരു വസ്തുവിന്റെ വേഗത കൂടുമ്പോൾ ആ വസ്തുവിന്റെ മാസും കൂടും. പക്ഷെ ചാർജിന്റെ പ്രത്യേകത, ഒരു വസ്തു, ഒരു ഗ്ലാസ് റോഡിൽ കുറച്ച് ചാർജ് ഉണ്ട്, ഗ്ലാസ് റോഡ് റെസ്റ്റ് ഇരിക്കുമ്പോൾ എത്ര ചാർജ് ഉണ്ടോ അത്ര തന്നെയായിരിക്കും ആ ഗ്ലാസ് റോഡ് മൂവ് ചെയ്താലും. അതായത് ചാർജ് ഓൺ എ ബോഡി ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ഇറ്റ്സ് സ്പീഡ്. ഒരു വസ്തുവിനകത്തുള്ള ചാർജ് ഒരിക്കലും ആ വസ്തുവിന്റെ വേഗതയെ ആശ്രയിക്കുന്നില്ല. ഒരു വസ്തുവിനകത്തുള്ള ചാർജ് നിശ്ചലാവസ്ഥയിലായിരുന്നാലും റെസ്റ്റിലായിരുന്നാലും ആ വസ്തു ചലിക്കുമ്പോൾ ചലനത്തിലായിരുന്നാലും ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് തന്നെയായിരിക്കും. പക്ഷേ മാസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കില്ല. ഈ പ്രോപ്പർട്ടിയെ നമ്മൾ ആണ് ചാർജ് ഈസ് റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ് എന്നതുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇൻവേരിയന്റ് മീൻസ് അത് വേരി ചെയ്യുന്നില്ല. ഒരു വസ്തു മൂവ് ചെയ്യുമ്പോൾ ആ വസ്തുവിനകത്തുള്ള ചാർജിനകത്ത് ഒരിക്കലും മാറ്റം വരുന്നില്ല. എന്നാൽ ഒരു വസ്തു ചലിക്കുകയാണ് എങ്കിൽ ആ വസ്തുവിന്റെ മാസിന് വ്യത്യാസം വരാം. ഈ പ്രോപ്പർട്ടിയെ നമ്മൾ എന്ത് വിളിക്കുന്നു? ചാർജ് ഈസ് റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ്. മനസ്സിലായോ? ചാർജ് ഓൺ എ ബോഡി ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ഇറ്റ്സ് സ്പീഡ്. ദാറ്റ് ഈസ് Q at rest is equal to Q in motion. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഇന്ന് പഠിച്ച ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അത് കൺക്ലൂഡ് ചെയ്യാം. എന്താണ് ചാർജ്? എന്താണ് ചാർജ്? ചാർജ് ഈസ് ദ ഇൻട്രിൻസിക് പ്രോപ്പർട്ടി ഓഫ് എലമെന്ററി പാർട്ടിക്കിൾസ് ലൈക്ക് പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ് എക്സെട്ര. എലമെന്ററി പാർട്ടിക്കിളുകളായ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും ഒരു ഇൻട്രിൻസിക് പ്രോപ്പർട്ടിയാണ് ചാർജ്. 2 രീതിയിലുള്ള ചാർജുകളുണ്ട്, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. ഓക്കെ, എന്തൊക്കെയായിരുന്നു ആ പ്രോപ്പർട്ടീസ്? ഒന്ന്, ലൈക്ക് ചാർജസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട്. ഓക്കെ, എന്താണ് ലൈക്ക് ചാർജസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട്. രണ്ടാമത്തെ പ്രോപ്പർട്ടി ഇമ്പോർട്ടന്റ് ആണ്. ചാർജ് ഈസ് അഡിറ്റീവ്. എന്താണ് ചാർജിന്റെ അഡിറ്റീവ് പ്രോപ്പർട്ടി? ചാർജ് ഒരു സ്കെയിലർ ആണ് എങ്കിലും ഒരു വസ്തുവിനകത്തുള്ള മൊത്തം ചാർജ് കണ്ടെത്താൻ ചാർജിന്റെ വെക്ടർ സം എടുക്കണം. പോസിറ്റീവിന്റെയും നെഗറ്റീവിന്റെയും സൈൻ ചേർത്ത് ആഡ് ചെയ്യണം എന്നാണ് അഡിറ്റീവ് പ്രോപ്പർട്ടി പറയുന്നത്. മൂന്നാമത്തെ പ്രോപ്പർട്ടി ചാർജ് ഈസ്
കൺസർവ്ഡ്. The net charge in an isolated system remains constant. ഒരു സിസ്റ്റത്തിനകത്തുള്ള ആകെ ചാർജ് എപ്പോഴും സ്ഥിരമായിരിക്കും. ചാർജിനെ നമുക്ക് നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. ചാർജിനെ ഒരു വസ്തുവിൽ നിന്നും മറ്റു വസ്തുവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഒരു സിസ്റ്റത്തിനകത്തുള്ള ആകെ ചാർജ് എപ്പോഴും കൺസർവ്ഡ് ആയിരിക്കും. അടുത്ത പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചാർജ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റൈസ്ഡ് ആണ്. ചാർജ് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി വേരി ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു വാല്യൂ എപ്പോഴും ഫിക്സഡ് ആയി കാണും. Q ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് NE എന്നാണ്. E എന്ന് പറയുന്നതാണ് ചാർജിന്റെ ക്വാണ്ടം വാല്യൂ, ആ ഫിക്സഡ് വാല്യൂ. N എന്ന് പറയുന്നതാണ് വേരിയിങ് വാല്യൂസ്, 1, 2, 3 എന്ന് പറയുന്ന ഇൻഡിജേഴ്സ്. ഓക്കെ, അതാണ് ക്വാണ്ടിസേഷൻ പ്രിൻസിപ്പിൾ. ചാർജിന്റെ അവസാനത്തെ പ്രോപ്പർട്ടിയായി നമ്മൾ പഠിക്കുന്നത് ചാർജ് ഈസ് റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ്. വസ്തു ചലിക്കുമ്പോൾ ഒരിക്കലും വസ്തുവിനകത്തുള്ള ചാർജിൽ മാറ്റം വരുന്നില്ല. നിശ്ചലാവസ്ഥയിലും ചലിക്കുമ്പോഴും എല്ലാം ഒരു വസ്തുവിനകത്തുള്ള ചാർജ് കോൺസ്റ്റന്റ് തന്നെയായിരിക്കും. അതിന് the charge on a body is not affected by its speed. These are the important properties of charges. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് സബ് യൂണിറ്റ് ആണ് ചാർജും അതിൻ്റെ പ്രോപ്പർട്ടികളും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പ്രോപ്പർട്ടികളാണ് ഉള്ളത്. 1, ചാർജ് ഈസ് അഡിറ്റീവ്. 2, ചാർജ് ഈസ് കൺസർവ്ഡ്. 3, ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ്. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്ക് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ കേട്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും ചാർജിൻ്റെ അടുത്ത പ്രത്യേകതകളെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.